ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. എന്നും ക്ലീനിങ് വീഡിയോ ഇടുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. ഞാൻ വേറെ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നമ്മൾ അന്ന് വൃത്തിയാക്കിയത് അവിടെ അവിടെ അത്ര ഇടമാണ് നമ്മൾ അന്ന് വൃത്തിയാക്കിയത്. ഇനി അതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ട് 2 വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മറ്റ് പല വീഡിയോസും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അതെ, ആ വീഡിയോ പോലെ തന്നെ ഒരു വീഡിയോ ആണ്. പക്ഷേ ഇത് ആ വീഡിയോ അല്ല. ഞാൻ അന്ന് ക്ലീൻ ചെയ്ത വീഡിയോ നിൽക്കുന്ന വാഴയുടെ ചോട്ടുഭാഗമാണ്. അവിടെ കുറച്ച് ഏരിയയാണ് ഞങ്ങൾ അന്ന് ക്ലീൻ ചെയ്ത് വിട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ പ്രശ്നങ്ങൾ കാരണം വീഡിയോസ് ഒന്നും എടുക്കാനും പോസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. അങ്ങനെ ഈ പോച്ച് നിന്ന് കിളിച്ച് പുല്ല് ഇത്രമേലായിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെടികളൊക്കെ കോതി ഒതുക്കാത്തതുകൊണ്ട് അതും കുറേ കാട് കയറിയിട്ടുണ്ട്. അങ്ങനെ കുറേ വൃത്തിയാക്കൽ പെൻഡിങ് വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ താമസിച്ചത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചധികം ദിവസമായെങ്കിലും ഇതും പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ വീണ്ടും ഈ പോച്ച് ഇത്രമേലായി കാണും. എന്നിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ മടി ആയതുകൊണ്ടാണോ അതോ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ ലേറ്റായിട്ട് കുറേ ലാഗടിക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെ ആക്കി എടുക്കുമെന്നൊരു ഐഡിയ ഇല്ല. എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് കൂടെ വേണേ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ട് കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഞാൻ ഇതിൻ്റെ ബാക്കി എവിടെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ വിഷയത്തിന് തെന്നിമറതെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ട്, അതും ലോങ് വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പറയാനുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റുന്നത്. ഡിലീറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാനേ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഒരുപാട് ലാഗ് അടുപ്പിക്കാതെ ഞാൻ കാര്യത്തിലോട്ട് വരാം. ഞാൻ ആദ്യം ക്ലീൻ ചെയ്തതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം കുറേ ചപ്പ് കയറി കിടപ്പുണ്ടായിരുന്നു. ചപ്പ് കരിയിൽ ഒരുപാട് ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊരു സൈഡിൽ നിന്ന് തൂത്ത് വൃത്തിയാക്കി വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ചെടികൾ നിൽക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഇടയ്ക്ക് പോച്ചയും കിളിച്ച് കയറി വന്നിട്ടുണ്ടായിരുന്നു, പുല്ലും കിളിച്ച് കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെടികളൊക്കെ കുറച്ച് ഇങ്ങനെ ശിഖരങ്ങൾ വെച്ച് വന്നതായതുകൊണ്ട് അതിങ്ങനെ കാട് കയറി നിന്നതുപോലെ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഒതുക്കി വിടുന്നുണ്ട്. ആ ഒരു സൈഡിൽ നിന്ന് ഒതുക്കി വിടുകയും പുല്ല് പറിക്കുകയും തൂത്തും കൂടെ വരുന്നതുകൊണ്ട് അതങ്ങനെ ഒതുക്കി ഇനി വരാം. അല്ലാതെ ഞാൻ കുറേശ്ശായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് എന്തുവാണ് ഏതറ്റത്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടാതായി പോകും. അതിൻ്റെ കൂടെ നല്ല വെയിലടിക്കുന്നത് കൊണ്ട് കുറച്ച് ചെയ്യാൻ മടിയുണ്ട്. എങ്ങനെയും ഇത് ഒതുക്കണം എന്നുള്ള ഒരു മനസ്സ് വെച്ചുകൊണ്ട് വന്ന് ഇറങ്ങിയായതുകൊണ്ട് അധികം ലാഗടുപ്പിക്കാതെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒന്നാമത്തെ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ലാഗ് അടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ അധികം ലാഗ് അടുപ്പിച്ച് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് പകുതി നിന്ന് തീരാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒതുക്കി ഓരോ പറ്റുന്ന പോലെ ചെയ്ത് വിടുന്നത്. അതായത് കുറച്ച് പുല്ല് പറിക്കും, കുറച്ച് വൃത്തിയാക്കും, കുറച്ച് തൂക്കും. അങ്ങനെ ചെയ്ത് വരുമ്പം എനിക്ക് ബോറടിക്കത്തില്ല. എല്ലാം ഒരു പണി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് നിർത്തി പോകാവുന്നൊരു ചിന്ത വരാതിരിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ആദ്യം കുറച്ച് ചെടികൾക്ക് ശിഖരം വെച്ചതെല്ലാം ഒതുക്കി വിട്ട് അത് കാട് കയറിയതുപോലെ കിടക്കുന്നു. പോച്ചെ അതുമായിട്ട് എന്തോ ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന പോലെ ഒരു തോന്നൽ. അവരൊരു സമ്മിശ്രണ കുടുംബം പോലെ നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ അതുങ്ങളെ ഒന്ന് വേർതിരിച്ചെടുക്കാമെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെ ചെടികളുടെ ഇടയിൽ നിന്ന് പുല്ലെല്ലാം പറിച്ച് അവിടുന്ന് കരിയിലയും മാറ്റിയിട്ട് പിന്നെ ചെടി ഒന്ന് ഒതുക്കി വിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കരിയില കിടക്കുന്നതും കൂടെ തൂത്തുകൊണ്ട് വരുന്നുണ്ട്. അതും കൂടെ ഒതുക്കി കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് പുല്ല് പറിച്ച് തൂത്തിഞ്ഞ് പോന്നാൽ മതി. അപ്പം അങ്ങനെ ആ ഭാഗം അങ്ങ് ക്ലീൻ ആകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കും. ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ സങ്കടമായിരിക്കും. പക്ഷേ അതെല്ലാം നമ്മൾ തരണം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എൻ്റെ ഈ പറയുന്ന പോലെ തന്നെ എൻ്റെ ജീവിതത്തിലും സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 2026 നമുക്ക് സന്തോഷം തരും എന്ന് ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ ചുവടെടുത്ത് വെച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്ക് അന്ന് മുതൽ തകർച്ചകളായിരുന്നു. എനിക്ക് തകർച്ച. എനിക്ക് വീണെടുത്തൊന്നും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും ഇല്ലാത്തതാണോ, അതോ പിടിച്ചെഴുന്നേൽക്കുന്നിടത്തൊന്ന് വീണ്ടും ഉരുണ്ടടിച്ച് കിണറ്റിലോട്ട് വീഴുന്നതാണോ എന്തുവാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും 2026 വൻ തോൽവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങളായിരുന്നു. ഇനി അങ്ങോട്ട് എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് അപ്പോഴേ കാലെടുത്ത് വെച്ചെന്നൊന്നും പറയാനൊക്കത്തില്ല കേട്ടോ. കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഉരുണ്ടടിച്ച് വീണ് കാലൊടിഞ്ഞ് വീട്ടിൽ കിടപ്പാണ് ഗൈസ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. ഞാൻ വീഡിയോസൊക്കെ ഇപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ അതിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ എടുത്ത് വെച്ചിടാം. അതെല്ലാം ഞാൻ പറഞ്ഞു എനിക്ക് എന്തൊക്കെയോ മടികളും കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നുണ്ട്. വീഡിയോസ് ഇടാനും ലൈവ് ഇടാനും എല്ലാം നല്ല രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. എല്ലാം പതുക്കെ ശരിയാക്കി എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഇടാനും ലൈവ് ഇടാനും ഒന്നിനും പറ്റുന്നില്ല. ഇത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് എപ്പോഴൊക്കെയോ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഇനി എൻ്റെ വീഡിയോസും വീണ്ടും ലാഗ് അടിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഒരുവിധം കാലം നോക്കിയായി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പഴയതുപോലെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാമെന്നാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. ഇനി ഞാൻ വീഡിയോസ് പഴയതുപോലെ ഇട്ട് വരുമ്പോൾ എന്തുവാകുമെന്നും ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഴയതുപോലെ ആക്റ്റീവായി വരുമ്പോഴത്തേനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് പഴയതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. ഈ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ കറ്റാർവാഴയും കുറേ കരിയാപ്പും തൈയും കുറേ തുളസി തൈയും എല്ലാം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നതെല്ലാം കുഴിച്ച് അപ്പം അങ്ങോട്ട് നീക്കി കുഴിയെടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ കറ്റാർവാഴയാണെങ്കിൽ ഞാൻ പോച്ച പറിച്ച കൂട്ടത്തിൽ പിഴുതിഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കരിയാപ്പിൻ്റെ ഇപ്പുറത്തോട്ട് മാറ്റി ഒരു കുഴിയെടുത്ത് അതും അവിടെ നടുന്നുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് ഇതിപ്പോൾ ഗ്രാവൽ മണ്ണായതുകൊണ്ട് അതിനകത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് കിളിച്ച് കയറി വരും കേട്ടോ.
ചെടികളൊക്കെ നടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ ഞാനെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. എനിക്ക് അങ്ങനെ ചെടികളൊന്നും നട്ട് അങ്ങനെ അതിൻ്റെ പുറകെ നടക്കണമെന്ന് ഒട്ടും ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് കുഞ്ഞിലെ ഒരു ആഗ്രഹം, കുഞ്ഞിലെ തൊട്ടേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തക്കാളി തൈയും മുളകും തൈയും അങ്ങനെയൊക്കെയുള്ള ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ നട്ട് മുളപ്പിച്ച് അതിൽ കാ പിടിപ്പിച്ചെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ട് കുഞ്ഞിലെ ഞാൻ അതിന് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാൻ എത്ര പഠിപ്പിച്ചാലും ഞാൻ എത്ര ചെയ്താലും തക്കാളിക്ക് അതിൽ മാത്രം കാ പിടിക്കുന്ന കാണാം. പിന്നെ മുളകും തൈ വെച്ച് പിടിക്കും, പച്ചമുളകും പിടിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ എത്ര വെച്ച് ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ഇതുവരെയും കാ പിടിച്ച് കണ്ടിട്ടില്ല. അതെൻ്റെ പരിപാലനത്തിൻ്റെ കൂടുതൽ കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നീട് ഞാൻ അങ്ങനെ അതിന് ശ്രമിച്ചിട്ടില്ല. പക്ഷേ എനിക്കിങ്ങനെ അവിടെ ഓരോരുത്തരും ഇങ്ങനെ കൃഷി ചെയ്ത് ഇതിലൊക്കെ ഇങ്ങനെ കാ പിടിച്ച് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഈ തൂമ്പ എടുക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ലാത്തത്. ഈ മമ്മട്ടിയും തൂമ്പായൊന്നും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ചെയ്യുമ്പോൾ ഒട്ടും സംഭവിച്ചിട്ടില്ല. ഈ മമ്മട്ടിയും തൂമ്പായും എടുക്കേണ്ട എന്ത് കേസ് വന്നാലും കക്ഷി അങ്ങേറ്റെടുത്ത് ചെയ്തോളൂ. അത് കാരണം എനിക്കിപ്പോൾ ഇത് വലിയ ശീലമില്ലാത്ത പരിപാടിയെങ്കിലും ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ തുമ്പ കൊണ്ട് ഇതിപ്പോൾ വൈകിട്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്നെ വഴക്കും പറയും. എന്നാലും എന്നെ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വന്ന് എന്തൊരു ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ തൂത്തുവാരി ഇങ്ങനെ പോച്ച പറിച്ച് പോയാൽ മതി. കശി മമ്മട്ടിക്ക് വെട്ടിയൊക്കെ തരുകയും വൃത്തിയാക്കി തരുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എടുത്ത തീരുമാനത്തിൽ സ്വന്തമായിട്ട് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൺഡേ ദിവസം ഞങ്ങൾ രണ്ടാളൂടെ നിന്ന് വൃത്തിയാക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ചേട്ടനും ചേട്ടത്തി അവരാരെങ്കിലും ഒക്കെ കാണും. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്ത് ഇതുവരെ ശീലമില്ല. ഇത് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വീഡിയോയും എടുക്കാമല്ലോ, എനിക്ക് കൂട്ടത്തിൽ ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചങ്ങ് ചെല്ലുന്നത്. അങ്ങനെ പണിയെടുത്ത് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് മുന്നോട്ട് ഭയങ്കര പാടാണെന്ന് എനിക്കൊരു തോന്നൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മോളെ ട്യൂഷന് വിട്ടിട്ടുണ്ട്. അപ്പോൾ മോളെ ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നാൽ എനിക്കൊരു കൂട്ടാവുകയും ചെയ്യും, ഇതിന് ചെറുതായിട്ടൊരു മാറ്റവും വരും. അപ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നത്തില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ മോളെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പണിയെടുക്കാം എന്നൊരാലോചന ഉണ്ടായിരുന്നു. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിനകത്തിൽ എന്തെങ്കിലും സംസാരത്തിൻ്റെ രീതിക്കോ ഞാൻ എന്തെങ്കിലും പറയുന്ന വാക്കുകൾക്കോ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അത്ര വലിയ ശീലമില്ലാത്ത ഷോർട്ട് വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇട്ടിട്ട് കുറേയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പ്രാക്ടീസ് ഉണ്ട്. പക്ഷേ ലോങ് വീഡിയോ ഞാൻ ഇങ്ങനെ പഠിച്ച് വരുന്നില്ല. അത് മാത്രമല്ല 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഇടുന്ന ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വോയിസ് ഓവർ കൊടുക്കണം, എന്താണ് പറയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിനെക്കുറിച്ച് മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ തന്നെയും അത് തന്നെ റിപ്പീറ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോറടിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ മറ്റു പല കാര്യങ്ങളും കൂടി ഇതിനകത്തിൽ ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ പണിയെടുത്ത് ഞാൻ ക്ഷീണിച്ചു. ഇനി കുറച്ച് വെള്ളമൊക്കെ അശോകിന് ക്ഷീണമാകാം എന്ന് പറയുന്ന പോലെ ഞാൻ 2 മണിക്കൂർ 2.5 മണിക്കൂർ വൃത്തിയാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ ഷോർട്ടാക്കി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കുമ്പോഴത്തേനും ഒരു ക്ഷീണം വരത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഇടയ്ക്കൊന്ന് നിർത്തി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കത്തില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ പെട്ടെന്ന് പണി നിർത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണം മാറ്റിയിട്ട് ഞാൻ മോളെ വിളിക്കാൻ പോയി. മോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ട്യൂഷൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരും. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേനും കശി വരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ഞാനിങ്ങനെ പോച്ച പറിച്ചൊക്കെ മുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ വർത്താനം പറഞ്ഞ് കറങ്ങി അടിച്ചിങ്ങനെ എന്നുള്ളത് എന്നെ സഹായിക്കുവാണ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പോച്ച പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനോട് ചെയ്യാമേന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വന്ന് പോച്ച പറിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പിറ്റേ തൂക്കാൻ ചൂലെടുത്ത് എനിക്ക് ചിരി വരും. ഇവിടെ തൂക്കുന്ന കണ്ടപ്പോഴേ ഞാൻ തിരിഞ്ഞ് നോക്കുക എന്തോ ചെയ്യുക എന്നുള്ളത്. തൂത്ത് തരാമേന്ന് പറഞ്ഞിട്ട് ചൂലെടുത്ത് തൂക്കുക. പക്ഷേ അവിടെ വലിയൊരു കുഴി കുത്തിയ എനിക്ക് എൻ്റെ കൂടെ നടന്ന് ഇങ്ങനെ പണിയെടുക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം പോലെ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാൻ വന്നിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പോലെ തോന്നും. അയ്യോ എൻ്റെ മോൾ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ഒരു തോന്നലും ഒക്കെ തോന്നും. പക്ഷേ വർത്തമാനം പറഞ്ഞ് നമ്മുടെ കൂടെ അങ്ങ് നിന്നോളും. വലിയ പ്രശ്നക്കാരിയൊന്നും അല്ല. അതായത് നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും പകുതി കിട്ടിച്ച് പോകേണ്ടതെന്നും അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞ് നമ്മളെന്താണോ ചെയ്യുന്നത് അതുമായിട്ട് ആളങ്ങ് ബ്ലെൻഡായി നിന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഇത്രയും ഭാഗം ഞാൻ പോച്ച പറിക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇതിനകത്തിൽ ഇടാൻ പറ്റുന്നില്ല. നമുക്ക് വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമായിട്ട് ഇട്ടേക്കും. അപ്പോൾ ഈ കുഞ്ഞു പോച്ചകളൊക്കെ കുറേ സമയം ഇരുന്നാണ് പറിച്ചത്. അപ്പോൾ അതൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല, ഒരുപാട് താമസം വരുന്നതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇത് കുഞ്ഞു പോച്ചകൾ അതുകൊണ്ട് പറിക്കാൻ ഭയങ്കര താമസമാണ്. അപ്പോൾ ഞാൻ ഈ പറിച്ച പോച്ചയുടെ മണ്ടയ്ക്കൂടെ നടന്നത് കാരണം അതെല്ലാം വീണ്ടും അടത്താറുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി നിരത്തി അത് ഇളക്കി എടുത്തിട്ട് പിന്നെ തൂത്തിങ്ങ് കൊണ്ടുവരിക. എൻ്റെ ഈ വോയിസ് ഓവറിനകത്തിൽ വേറെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇത് എൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരുന്നല്ല ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്, എൻ്റെ ചേട്ടൻ്റെ വീട്ടിലിരുന്നാണ്, അതിൻ്റെ ആങ്ങളയുടെ വീട്ടിലിരുന്നാണ് കൊടുക്കുന്നത്. ഇവിടെ എൻ്റെ ബന്ധുക്കളെല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കൂട്ടത്തിൽ അവർ സംസാരിക്കുന്നതും കൂടി ഇതിനകത്ത് കേൾക്കും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഈ പോച്ച ഞാൻ ഇങ്ങനെ പറിച്ചിട്ടിട്ട് ഇതിൻ്റെ മണ്ടയിൽ കൂടെ നടന്നത് കാരണം ഇപ്പോൾ എനിക്കത് ഇരട്ടിപ്പണിയായിട്ട് വന്നേക്കോ. ഞാൻ കാലുകൊണ്ട് ചവിട്ടി തൂത്തും കൈകൊണ്ടിരുന്ന് തിരുമ്മി ഇളക്കിയും പറിച്ചിട്ടേക്കുന്ന പോച്ച തന്നെ ഞാൻ വീണ്ടും കുത്തി ഇളക്കി കൊണ്ടുവരേണ്ട ഗതികേടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിങ്ങനെ ചവിട്ടി തിരുമ്മി അത് വരാത്തത് കാരണം പിന്നെ കൈകൊണ്ട് ഞാനിരുന്ന് വലിച്ച് പറിച്ച് അത് മണ്ണിൻ്റെ ഇടയ്ക്ക് തറച്ച് കിടക്ക് കുഞ്ഞു പോച്ചതിൻ്റെ മണ്ണിൻ്റെ ഇടയ്ക്ക് തറച്ച് കിടക്കുന്ന കാരണം പിന്നെ ഞാനത് അവിടെ ഇരുന്നും അത് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് പിന്നെ അത് ബാക്കിയും കൂടെ പറിച്ചെടുത്തിട്ട് തൂത്തുവാരിയത്. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിൽ നിൽക്കുന്ന തെറ്റിയുണ്ടല്ലോ, ഇത് നമ്മുടെ ജനലിനോട് ചേർന്ന് നിൽക്കുന്ന കാരണം ജനലിൻ്റെ അവിടോട്ട്
പടന്ന് കിളിക്കുന്നത് കൊണ്ട് അതൊന്ന് ഒതുക്കി വിടും. ഞാൻ മിക്കവാറും ഇങ്ങനെ തെറ്റി ഇങ്ങനെ കിളിച്ച് കയറി വരാൻ ഞാൻ ഇങ്ങനെ ഒതുക്കി വിടും. അപ്പം അതിൽ പൂ പിടിക്കേണ്ട സമയത്ത് പൂ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒതുക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടി കിളിക്കുകയും ചെയ്യും. അങ്ങനെ ആ ഒരു സൈഡ് ഞാൻ ക്ലീൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ തെറ്റിയുടെ ഭാഗത്തോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം. അപ്പോൾ ഞാൻ ഈ ചെടികളുടെയൊക്കെ തണ്ടൊടിച്ച് വിടുന്നത് കണ്ട് എൻ്റെ മൂടും പിച്ചാത്തി എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയോ അവിടെ നിന്ന് നമ്പ്യാർ വട്ടം അങ്ങനെ തോന്നുന്നു അതിൻ്റെ പേര്. നമ്പ്യാർ വട്ടം ഓരോ സ്ഥലത്ത് ഓരോ പേരല്ലേ പറയുന്നത്. അപ്പോൾ നമ്പ്യാർ വട്ടം അവൾ അതിൻ്റെ തണ്ട് ഒടിച്ച് അതാകുമ്പോൾ പെട്ടെന്ന് വരുമല്ലോ. അതിൻ്റെ തണ്ട് പിച്ചാത്തിക്ക് ഇങ്ങനെ ഒടിച്ച് വെച്ച് എന്നോട് നമ്മേ ദേണ്ടമ്മേ ഞാനും ഒടിച്ചെന്ന്. അങ്ങനെ പിന്നെ ഈ തെറ്റിയുടെ സൈഡ് മൊത്തം ഇതിപ്പോൾ ഇങ്ങനെ കാടുകൾ നിൽക്കുന്നു. പക്ഷേ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ എന്തിനാ ഈ വളർന്ന് നിൽക്കുന്ന ചെടികളൊക്കെ ഒടിച്ച് കളയുന്നത്. പക്ഷേ ഇത് വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ തെളിഞ്ഞ് കാണുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ വെട്ടി വൃത്തിയാക്കുന്നത്. ഇതിപ്പോൾ ഒതുക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണ്ട എന്താ ഒരു ആശ്വാസം അങ്ങോട്ട് നോക്കിയിട്ട്. മറ്റേത് എന്തോ കാട് കയറി നിന്നതുപോലെ തോന്നുന്നു. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. എൻ്റെ അച്ഛനും ഇതുപോലെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ നമ്മൾ ചെടികളൊക്കെ ഒതുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുറ്റത്ത് ഒരു ചെടിയും കാണില്ല, എല്ലാം വലിച്ചു പറിച്ച് കളയും. ആ ഒരു രീതിയാണ് എനിക്കും. അപ്പം വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഞാൻ നിർത്തത്തില്ല, എല്ലാം പിഴുത് ദൂരെ എറിയും. അങ്ങനെ അവിടെ ആ തെറ്റിയെല്ലാം ഒതുക്കി ഇങ്ങനെ അതിൻ്റെ സൈഡിൽ താഴോട്ട് ഇങ്ങനെ കിളിച്ച് കിടന്ന് എല്ലാം വലിച്ച് പറിച്ച് കളഞ്ഞിട്ട് പിന്നെ അവളും കൂടെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. 2 മണിക്കൂർ കുത്തിയിരുന്ന് പോച്ച പറിക്കുകയും തൂത്ത് വരുകയും ഇതെല്ലാം വൃത്തിയാക്കി ചെയ്താലും ഒരാഴ്ച കഴിയുമ്പോഴത്തേന് വീണ്ടും ഇത് പഴയതുപോലെ ആകും. അപ്പോൾ നമുക്ക് മനസ്സുകൊണ്ടൊരു വിഷമം വരും, ദൈവമേ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വൃത്തിയാക്കിയതില്ലെന്നെങ്കിലും പിന്നെ അത് ചെയ്യാൻ വീണ്ടും മടി വരും. അങ്ങനെ ഇട്ടിരുന്ന് വീണ്ടും കുറേ ദിവസമായി കഴിയുമ്പോഴായിരിക്കും പിന്നെയും നമ്മൾ വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇത് ഇരട്ടി പണിയാകും. അങ്ങനെയാണ് എല്ലാം അന്നേരം ചെയ്യുന്ന ശീലം എനിക്കില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇട്ടിരുന്ന് ഒരുപാട് താമസിച്ചതിന് ശേഷം പിന്നെ ബാക്കി ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സൈഡ് ഒതുക്കിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ ഇത്രയും വെയിലടിക്കുന്നതുകൊണ്ടായിരിക്കും ഇത് പോച്ചയായിട്ട് തോന്നുന്നത്. പോച്ചയില്ല. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് പോച്ചയും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഫിനിഷ്. അപ്പോൾ ഈ ആഴ്ചത്തെ പരിപാടി കഴിയും. പിന്നെ അടുത്ത ആഴ്ചയുള്ളൂ നമുക്ക് ഈ വൃത്തിയാക്കൽ. അപ്പോൾ ഈ പോച്ച പറയുന്നോട്ടിൽ അവിടെ വലിയ കട്ടിയുള്ള പോച്ചയാണ്. അപ്പോൾ വീണ് ശിവനേ വീണ് അവിടെ നല്ല കട്ടിയുള്ള പോച്ചയായിരുന്നത് വലിച്ചിട്ട് വന്നില്ല. ദിസ് ഈസ് എ ബിഗ് റോക്ക്, തട്ടിയിട്ട് നീങ്ങിയില്ല. എൻ്റെ മോള് പറയുന്നത് അതാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ 2-3 വട്ടം പോച്ച വരച്ച് അങ്ങനെ വീണ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലാകുമ്പോഴേക്കും അമ്മ വീഴുവാണോ അമ്മയെന്ന് പുറകിൽ വന്ന് തടഞ്ഞ് നിർത്തിയിട്ട് എന്നോട് പറയുന്നത്, അമ്മ പോച്ച വരച്ചോ വീഴത്തില്ല, ഞാൻ ഇവിടെ സേഫ്റ്റിക്ക് നിൽപ്പുണ്ടേ എന്ന് പറഞ്ഞ് എൻ്റെ പുറകിൽ വന്ന് നിൽക്കുവാണ്. അങ്ങനെ ഈ സൈഡിലൂടെ പറിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പക്ഷേ ഞാൻ പറിക്കുന്നതൊന്നും വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. അതെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയായിരുന്നു. എനിക്ക് എത്ര നേരം ഇരുന്നിട്ട് ശരിയാകുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് ചെയ്തുകൊണ്ട് അത്രയും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ജോലിയെല്ലാം വൃത്തിയാക്കിയിരിക്കുന്നു ഇല്ലയോ? നമ്മുടെ മിറ്റം എല്ലാം വൃത്തിയായി, അങ്ങ് അറ്റം വരെയും വൃത്തിയായിരിക്കുന്നു. കുഞ്ഞു പോച്ചകളുണ്ട്. അത് ഞങ്ങൾ ക്ഷീണിച്ചു ഗൈസ് ഇല്ലയോ? ഇത് നമുക്ക് വല്ലതും കഴിക്കാം, കുളിച്ചിട്ട് വന്ന് കഴിക്കാം. പോവാന്ന് പറ. ടാറ്റാ ടാറ്റാ ബൈ ബൈ സീ യു പറ. ടാറ്റാ കാണീര്.